നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. റേഷൻ കടയിൽ നിന്ന് ഇത്തവണ നിങ്ങൾ ഓണം സ്പെഷ്യൽ അരി വാങ്ങിയിട്ടുണ്ടോ? എങ്കിലൊരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ അരി കുക്കറിൽ വേവിക്കാൻ പോയാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ചോറ് ലഭിക്കില്ല. കാരണം ഈ അരി സാധാരണ റേഷൻ അരിയല്ല, ഇത് ഒറ്റപ്പുഴുക്ക് അരിയാണ്. അതുകൊണ്ട് തന്നെ റേഷൻ കട ഉടമകൾക്ക് പോലും ഉപഭോക്താക്കളോട് ഒരു പ്രത്യേക മുന്നറിയിപ്പ് നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ തീരുന്നില്ല. ഇതിലും വലിയൊരു ആശയക്കുഴപ്പം ഇപ്പോൾ ആളുകൾക്കിടയിൽ നടക്കുന്നുണ്ട്. 10 രൂപ 90 പൈസയ്ക്ക് കിട്ടിയിരുന്ന അരി ഇപ്പോൾ 26 രൂപയായോ? അല്ലെങ്കിൽ 26 രൂപയുടെ അരി വേറെ അരിയായോ? നിങ്ങളുടെ റേഷൻ കാർഡ് നീലയോ വെള്ളയോ തവിട്ടോ മഞ്ഞയോ ഏതോ ആയിക്കോട്ടെ, 10 കിലോ അരി വരെ 26 കിലോ അരി ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ 26 രൂപയുടെ അരി എന്താണ്? എന്തുകൊണ്ടാണ് കുക്കറിൽ വേവിക്കരുതെന്ന് പറയുന്നത്? ഇതിന്റെ യാഥാർത്ഥ കാരണം വീഡിയോയുടെ ഫുള്ളായിട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. മഞ്ഞ, പിങ്ക്, നീല, വെള്ള, തവിട്ട് റേഷൻ കാർഡുകൾക്ക് കിട്ടുന്ന കൃത്യമായ ഓണം റേഷൻ വിഹിതവും നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇനി കുക്കറിൽ വേവിക്കരുത് എന്ന് സർക്കാർ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ആദ്യം എല്ലാവരെയും ഈ ഒരു കാര്യം ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഓണം സ്പെഷ്യൽ അരിയായ ഈ ഒരു അരി സിംഗിൾ ബോയിൽഡ് റൈസ്, അതായത് ഒറ്റപ്പുഴുക്ക് അരിയാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഡബിൾഡ് ബോയിൽഡ് അരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ അരി വളരെ വേഗത്തിൽ വേവുന്നു. അതുകൊണ്ട് തന്നെ കുക്കറിൽ ഇട്ടാൽ അരി വളരെ പെട്ടെന്ന് വേവുകയും കൂടുതൽ സമയം കുക്കറിൽ തുടരുകയും ചെയ്താൽ അരി അമിതമായി വെന്ത് അടിഞ്ഞു പോകാൻ സാധ്യതയുമുണ്ടെന്നാണ് പറയുന്നത്. അതിനാലാണ് റേഷൻ കട ഉടമകൾക്ക് ഉപഭോക്താക്കളെ പ്രത്യേകം അറിയിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. കുക്കറിൽ വേവിക്കരുത് എന്നത് ഈ അരി മോശമാണെന്നല്ല പറയുന്നത്. അധികൃതരുടെ വിശദീകരണം അനുസരിച്ച് ഇത് ഗുണമേന്മയുള്ള അരിയാണെന്നാണ് പറയുന്നത്. അരി പെട്ടെന്ന് വേവുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾക്ക് വലിയൊരു സംശയമുണ്ട്. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 10 രൂപ 90 പൈസയുടെ അരി 26 രൂപയാക്കിയോ എന്നുള്ള ചോദ്യം. ഇതാണ് ഈ വാർത്തയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സംശയമുള്ള ഉണ്ടാക്കുന്ന ഒരു കാര്യം. സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള പ്രചാരണങ്ങൾ കാണാം. റേഷൻ അരിയുടെ വില കൂട്ടി, 10 രൂപ 90 പൈസയുടെ അരി ഇനി 26 രൂപയാണ് എന്നൊക്കെ ചില പ്രചരണങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം അനുസരിച്ച് സാധാരണ റേഷൻ അരിയുടെ വില 10 രൂപ 90 പൈസയിൽ നിന്ന് 26 രൂപയാക്കി കൂട്ടിയിട്ടില്ല. സാധാരണ റേഷൻ വിഹിതവും കുറച്ചിട്ടില്ല. അപ്പോൾ 26 രൂപയ്ക്ക് ലഭിക്കുന്ന അരി ഏതാണെന്നുള്ള ചോദ്യം എല്ലാവർക്കും ഉള്ളിലുണ്ടാവും. ഈ 26 രൂപയുടെ അരി സാധാരണ അരിയല്ല. ഇത് OMSS പദ്ധതിയിലൂടെ വാങ്ങിയ അധിക അരിയാണ്. അതായത് സാധാരണ റേഷൻ വിഹിതത്തിന് പുറമെ നൽകുന്ന അധിക വിഹിതം. അതിനാലാണ് ഈ 26 രൂപ എന്ന നിരക്ക് വാങ്ങുന്നത്. ഇനിയൊരു ഉദാഹരണം പറഞ്ഞാൽ വളരെ എളുപ്പമായി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് സാധാരണയായി ലഭിക്കുന്ന അരിയുടെ വിലയും വിഹിതവും ഒന്നാണ്. അതിനു പുറമെ സർക്കാർ പ്രത്യേകമായി നൽകുന്ന അധിക OMSS അരിക്ക് കിലോയ്ക്ക് 26 രൂപ എന്ന നിരക്കിലാണ്. അതുകൊണ്ട് 10 രൂപ 90 പൈസ 26 രൂപ എന്ന വില വർധനയല്ല. 10 രൂപ 90 പൈസയുടെ വിഹിതം വേറെ, 26 രൂപയുടെ അധിക OMSS അരി അത് വേറെയാണ്. ഇതാണ് ഈ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ എന്തിനാണ് ഇപ്പോൾ അധിക അരി എന്നുള്ള ചോദ്യം പലർക്കും ഉണ്ടാവും. ഓണം അടുത്തെത്തുമ്പോൾ അരിയുടെ ആവശ്യകത സാധാരണയായി കൂടും. വീടുകളിൽ സദ്യയും മറ്റു ഓണ വിഭവങ്ങളും തയ്യാറാക്കും. വിപണിയിൽ ആവശ്യകത കൂടുമ്പോൾ വില ഉയരാനുള്ള സാധ്യതകളും ഉണ്ടാവും. അതുകൊണ്ട് പൊതുവിപണിയിലെ വില നിയന്ത്രിക്കാനും ജനങ്ങൾക്ക് അധികമായ അരി ലഭിക്കാനും വേണ്ടിയാണ് ഈ രീതിയിൽ OMSS അരി വാങ്ങുന്നത്. ഓണക്കാലത്ത് പൊതുവിതരണ ശൃംഖലയുടെ വലിയ തോതിൽ ഭക്ഷ്യധാന്യവും എത്തിച്ചിട്ടുണ്ട്. 1,65,932 മെട്രിക് ടൺ അരിയും കൂടാതെ 24,506 മെട്രിക് ടൺ ഗോതമ്പും വിതരണത്തിനായി എത്തിച്ചിട്ടുണ്ടെന്നാണ് നൽകിയിരിക്കുന്ന കണക്കുകൾ. ഇനി മഞ്ഞക്കാർഡുകൾ പ്രത്യേകം എന്താണ് അവർക്ക് ലഭിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മഞ്ഞക്കാർഡിന് 30 കിലോ അരി, അതോടൊപ്പം തന്നെ 5 കിലോ ഗോതമ്പ്. ഗോതമ്പിന് പകരം നിങ്ങൾക്ക് 3 കിലോ ആട്ട വരെ കിലോയ്ക്ക് 7 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും.
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സൗജന്യ ഓണക്കിറ്റാണ്. അതുകൊണ്ട് മഞ്ഞ കാർഡുകാർക്ക് ഈ ആനുകൂല്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പിങ്ക് റേഷൻ കാർഡിനെ കുറിച്ചാണ്. പിങ്ക് കാർഡിന് 4 കിലോ അരി, അതുപോലെ 1 കിലോ ഗോതമ്പ്. ഗോതമ്പിന് പകരം നിങ്ങൾക്ക് 4 കിലോ അരി ആട്ട കിലോയ്ക്ക് 9 രൂപ നിരക്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഇവിടെ പലരും 26 രൂപയുടെ അരിയെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതിൽ നിങ്ങളുടെ കാർഡിന് ബാധകമായ സാധാരണ വിഹിതവും അധിക OMSS വിഹിതവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഇനി അടുത്ത കാര്യമാണ് നീല കാർഡ്. ഇവിടെ 26 രൂപയുടെ കാര്യം ശ്രദ്ധിക്കുക. നീല കാർഡുകാർക്ക് ആളൊന്നിന് 2 കിലോ അരി, അതുപോലെ കിലോയ്ക്ക് 4 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപയ്ക്കും, പ്രത്യേക വിഹിതമായി 3 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസയ്ക്കും, കൂടാതെ 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസയ്ക്ക്. പക്ഷേ ഇതിനു പുറമെയാണ് ആ 26 രൂപയുടെ അരി. ഒരു കുടുംബത്തിന് 10 കിലോ അരി OMSS അരി കിലോയ്ക്ക് 26 രൂപയും. അതായത് നീലക്കാർഡുകാരോട് വീണ്ടും പറയാം, 10 രൂപ 90 പൈസയുടെ അരി 26 രൂപ ആയിട്ടില്ല. 26 രൂപയുടെ അധിക അരിയാണ് OMSS അരി. ഓക്കെ, ഇനി അടുത്തത് വെള്ളക്കാർഡുകാർക്കാണ്. 10 കിലോ അരി, അതിന്റെ കാര്യം 7 കിലോ അരി 10 രൂപ 90 പൈസയ്ക്കും. ഇനി 4 കിലോ ആട്ട വരെ കിലോയ്ക്ക് 17 രൂപയും, അതുപോലെ പ്രത്യേകമായി 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസയ്ക്കും, അതോടൊപ്പം 10 കിലോ അരി OMSS അരി കിലോയ്ക്ക് 26 രൂപയ്ക്കും ലഭിക്കും. ഇവിടെയും വീണ്ടും അതേ കാര്യം പറയാം, 10 രൂപ 90 പൈസയുടെ അരി 26 രൂപ ആയിട്ടില്ല. അധിക OMSS അരിയാണ് 26 രൂപ ആക്കിയിരിക്കുന്നത്. ഇനി തവിട്ട് കാർഡിന്റെ കാര്യമാണ്. ഈ തവിട്ട് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗമാണ്. 2 കിലോ അരി അവർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. അതുപോലെ 2 കിലോ ഗോതമ്പ് കിലോയ്ക്ക് 8 രൂപ 70 പൈസ നിരക്കിലും, 1 കിലോ ആട്ട വന്നിട്ട് നിങ്ങൾക്ക് കിലോയ്ക്ക് 17 രൂപയ്ക്കും. ഇതിനു പുറമെ തന്നെ നിങ്ങൾക്ക് 10 കിലോ OMSS അരി കിലോയ്ക്ക് 26 രൂപയ്ക്കും ലഭിക്കും. അതിനാൽ കാർഡുകാരും 10 രൂപ 90 പൈസയും 26 രൂപയും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പ്രധാന കാര്യം, പലർക്കും ഈ കാര്യം അറിയില്ല. നിലവിൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്ന അരിയിൽ ഫോർട്ടിഫൈഡ് റൈസ്, അതായത് സമ്പുഷ്ടീകരിച്ച അരിയും ഉൾപ്പെടുന്നുണ്ട്. വളർച്ചക്കുറവ്, വൈറ്റമിൻ B കുറവ് തുടങ്ങിയ പോഷക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. പക്ഷെ ഓണം സ്പെഷ്യൽ OMSS അരി ഈ ഒരു സമ്പുഷ്ടീകരിച്ച അരി അല്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് സാധാരണ റേഷൻ അരിയും ഈ പ്രത്യേക ഓണം റേഷൻ അരിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇനി കേന്ദ്ര വിഹിതത്തിലെ മാറ്റം നമുക്ക് നോക്കാം. ഇവിടെ മറ്റൊരു പ്രധാന വിഷയം കൂടെ വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ടൈഡ് ഓവർ വിഹിതത്തിൽ അരിയുടെ ലഭ്യതയിൽ മാറ്റം വന്നതായി ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണമുണ്ട്. 2026 ജനുവരി മുതൽ അരിയുടെ ലഭ്യതയിൽ 6459 മെട്രിക് ടണ്ണിലധികം കുറവുണ്ടായെന്നാണ് പറയുന്നത്. മുൻപ് 33,294 മെട്രിക് ടൺ അരി ലഭിച്ചിരുന്ന സംസ്ഥാനത്ത് ഇപ്പോൾ 26,835 മെട്രിക് ടൺ അരി എന്ന കണക്കാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 6,459 മെട്രിക് ടൺ ഗോതമ്പ് ലഭിക്കുന്നതായും വിശദീകരിക്കുന്നുണ്ട്. ഉത്സവ കാലങ്ങളിൽ പ്രത്യേക അരി നൽകുന്നതിന് ഈ വിഹിതവും ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. വിഹിതത്തിലെ ഈ മാറ്റം കാരണം പ്രത്യേക അരി നൽകുന്നതിൽ പരിമിതി ഉണ്ടായെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വാദം. ഈ വിഷയത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളും മറുപടികളും ഉണ്ടാകാം. പക്ഷെ ഒരു റേഷൻ കാർഡ് ഉടമയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ലഭിക്കുന്ന വിഹിതം എന്താണ്, അതിന്റെ വില എന്താണ്, 26 രൂപയുടെ അരി എന്താണ്, ഇവ മനസ്സിലാക്കുക എന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ റേഷൻ വാങ്ങാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റുകളും എല്ലാം രേഖപ്പെടുത്താം, സംശയങ്ങളും രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും, ഹൈപ്പ് ചെയ്യാനും, ലൈക്ക് ചെയ്യാനും, കമന്റ് ചെയ്യാനും, ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.